Brain പ്രോഗ്രാമിംഗ് മലയാളം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത് സ്കോപ്പിനെ കുറിച്ചാണ്. അതായത് ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഫങ്ഷൻ അത് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എവിടെയൊക്കെ യൂസ് ചെയ്യാം, എവിടം വരെ അത് അവൈലബിൾ ആയിരിക്കും എന്ന് ഡിഫൈൻ ചെയ്യുന്നതാണ് സ്കോപ്പ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്കത് കൺസെപ്റ്റ് വളരെ എളുപ്പം മനസ്സിലാകും. നമുക്ക് ആദ്യം ഒരു വേരിയബിളിൻ്റെ സ്കോപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു വേരിയബിൾ x = 10 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. നമ്മളിവിടെ പ്രിൻ്റ് x കൊടുക്കുന്നതാണ്. ഈ ഒരു വേരിയബിൾ എന്ന് പറയുന്നത് നമുക്ക് ഈ ഫയലിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു സ്കോപ്പിൽ ഇവിടെ എല്ലായിടത്തും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. സേ ഹായ് എന്ന് പറഞ്ഞ ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. അവിടെ ഒരു വേരിയബിൾ y = ഹായ് എന്ന് കൊടുക്കുന്നു. ഇനി ഞാനിവിടെ ഇതിനെ പ്രിൻ്റ് ചെയ്യാണ്. പ്രിൻ്റ് y കൊടുക്കുന്നു. നമ്മൾ ഈ ഫങ്ഷനെ ഒന്ന് കോൾ ചെയ്യാണ്. അപ്പോൾ ഇതെന്താണ് ഔട്ട്പുട്ട് വരുന്നത് നോക്കാം. നമുക്ക് വന്നു ഹായ് എന്ന് പറഞ്ഞ് പ്രിൻ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ ഈ ഫങ്ഷന് പകരം ഡയറക്റ്റ്ലി ഞാനിവിടെ പ്രിൻ്റ് y എന്ന് കൊടുക്കുവാണ്. ഓക്കെ, പ്രിൻ്റ് y എന്ന് കൊടുത്താൽ എന്താണ് വരുന്നത് നോക്കാം. ഇപ്പോൾ നമുക്കൊരു എറർ വന്നു, നെയിം y ഈസ് നോട്ട് ഡിഫൈൻഡ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ y എന്ന് പറയുന്ന വേരിയബിൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫങ്ഷൻ്റെ അകത്താണ്. അപ്പോൾ ഈ ഒരു ബ്ലോക്കിൽ അല്ലെങ്കിൽ ഈ ഫങ്ഷൻ്റെ അകത്ത് മാത്രമേ y എന്ന് പറയുന്ന വേരിയബിളിന് സ്കോപ്പുള്ളൂ. അപ്പോൾ ഫങ്ഷൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്യുന്ന വേരിയബിൾസ് ഒരിക്കലും നമുക്ക് ഫങ്ഷൻ്റെ പുറത്ത് കിട്ടില്ല. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ x കൊടുത്തിട്ടുണ്ട്. ആ എക്സിനെ വേണമെങ്കിൽ നമുക്കിവിടെ പ്രിൻ്റ് ചെയ്യാവുന്നതാണ്. നമുക്കൊന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഈ ഫങ്ഷൻ ഒന്ന് വിളിക്കുകയാണ്. സേ ഹായ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് വാല്യൂസും പ്രിൻ്റ് ആയിട്ടുണ്ട്. പ്രിൻ്റ് എക്സും വന്നിട്ടുണ്ട്. സേ ഹായ് എന്ന് പറയുന്ന ഫങ്ഷനും എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. കാരണം ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ ഫങ്ഷന് പുറത്താണ്. അപ്പോൾ ഇങ്ങനെ പുറത്ത് ഡിഫൈൻ ചെയ്യുന്ന വേരിയബിൾസ് നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതിനെ പറയുന്നതാണ് ഗ്ലോബൽ സ്കോപ്പ്. അതായത് ഗ്ലോബലി ഈ ഫയലിലാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ ഫയലാണ് കൺസിഡർ ചെയ്യണമെങ്കിൽ ഗ്ലോബലി ഈ ഫയലിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഈ വേരിയബിളാണ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ അതിനെന്താ ഫങ്ഷണൽ സ്കോപ്പാവുള്ളൂ. അതായത് ഫങ്ഷൻ്റെ അകത്ത് മാത്രമേ അത് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി നമുക്കിപ്പോൾ വേണമെങ്കിൽ ഒരു വേരിയബിൾ, ഒരു ഫങ്ഷൻ്റെ അകത്തുള്ള വേരിയബിൾ നമുക്ക് വേണമെങ്കിൽ അതിനെ ഗ്ലോബലാക്കാൻ സാധിക്കും. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു കീവേഡ് യൂസ് ചെയ്യുന്നു. ഗ്ലോബൽ എന്ന് പറയുന്നതാണ് കീവേഡ്. ഗ്ലോബൽ z എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ആ z-ന് ഞാനൊരു വാല്യൂ ഇവിടെ വാല്യൂ z എന്ന് പറഞ്ഞ് ഇവിടെ വെറുതെ കൊടുക്കുവാണ്. ഇനി നമുക്ക് ഈ z-ൻ്റെ വാല്യൂ ഇവിടെ ഫങ്ഷൻ്റെ പുറത്ത് ആക്സസിബിൾ ആണോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. അതായത് z ഈസ് നോട്ട് ഡിഫൈൻഡ്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. കാരണം നമ്മളിവിടെ പ്രിൻ്റ് z കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈ ഫങ്ഷൻ സേ ഹായ് എന്ന് പറയുന്ന ഫങ്ഷനെ നമ്മൾ കോൾ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇൻവോക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ എറർ വന്നത്. നമുക്ക് ഈ ഫങ്ഷനെ ഒന്ന് കോൾ ചെയ്ത് നോക്കാം. ഈ കോഡ് ഒന്ന് റീഎക്സിക്യൂട്ട് ചെയ്യണം. ഇപ്പോൾ നമുക്കിവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട് വാല്യൂ z എന്ന് പറയുന്ന സ്ട്രിങ് ഇവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഫങ്ഷൻ്റെ അകത്തുള്ള ഒരു വേരിയബിളിനെ ഗ്ലോബൽ സ്കോപ്പിലേക്ക്, അഥവാ അത് എല്ലായിടത്തും അവൈലബിൾ ആക്കുന്നത് ഇങ്ങനെയാണ്.
പിന്നെ നമുക്ക് മറ്റൊരു കാര്യം, അതായത് നമുക്കൊരു ഫംഗ്ഷനും ഇതുപോലെ സ്കോപ്പിംഗ് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് മറ്റൊരു എക്സാമ്പിളാണ് പറയുന്നത്. ഇവിടെ ഫംഗ്ഷൻ എ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ കൊടുക്കുന്നു. ഇതിനൊരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യാണ് ഇൻസൈഡ് ഫംഗ്ഷൻ എ എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ അകത്തും നമ്മളിതുവരെ പറയാത്തൊരു കൺസെപ്റ്റാണ്. നമുക്കൊരു ഫംഗ്ഷൻ്റെ അകത്ത് വേണമെങ്കിൽ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാവുന്നതാണ്. അത് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഒന്നും ഉള്ള ഒരു ഫീച്ചർ അല്ലാതെ നമുക്ക് ഇതിനെ ഇവിടെ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. ഇന്നർ ഫംഗ്ഷൻ എന്നുള്ള നമ്മളോട് കൊടുക്കുന്നു. ഇനി നമുക്ക് ഇതിനെ ഒന്ന് വിളിച്ച് നോക്കാം. അതായത് ഇന്നർ ഫംഗ്ഷനെ നമുക്കിവിടെ കോൾ ചെയ്യാം. എന്നിട്ട് ഈ ഫംഗ്ഷൻ എ എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ ഇവിടെ പുറത്ത് കോൾ ചെയ്യണം. ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് രണ്ട് മെസ്സേജാണ് വന്നത്. ഇൻസൈഡ് ഫംഗ്ഷൻ എ എന്ന് പറയുന്ന മെസ്സേജും ഇന്നർ ഫംഗ്ഷൻ, അതായത് ഈ ഒരു ഫംഗ്ഷനും ഇവിടെ ഈ ഒരു കോള് വിളിച്ചുകൊണ്ട് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്ത് നോക്കാം അത് വർക്ക് ചെയ്യില്ല എന്ന്. ഇപ്പോൾ നമുക്ക് ഇന്നർ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആയിട്ടില്ല. അതും അതായത് നമ്മൾ ഇൻവോക്ക് ചെയ്താൽ മാത്രമേ എക്സിക്യൂട്ട് ആവുള്ളൂ. ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാവുന്നതാണ്. ഇന്നർ ഫംഗ്ഷനെ നമുക്ക് ഇവിടെ ഗ്ലോബൽ സ്കോപ്പിൽ അല്ലെങ്കിൽ പുറത്തു നിന്ന് വിളിച്ച് നോക്കാം. ഇപ്പോൾ നമുക്ക് ഒരു എററാണ് കിട്ടിയത്, ഇന്നർ ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫൈൻഡ്. കാരണം ഈ ഇന്നർ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്കിൽ മാത്രമേ ഡിഫൈൻഡ് ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ അവിടെ മാത്രമേ അതിന് ആക്സസിബിൾ ആയിട്ടുള്ളൂ. അതിന് പുറത്ത് നിന്നുകൊണ്ട് ഗ്ലോബലി നമ്മളതിനെ വിളിക്കാൻ നോക്കിയത് കൊണ്ടാണ് നമുക്കിങ്ങനൊരു എറർ വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി സ്കോപ്പിംഗ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ റിയൽ വേൾഡ് പ്രോഗ്രാമിങ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കഴിയുന്നതും ഗ്ലോബൽ വേരിയബിൾസ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ചില കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂസ് മാത്രം നമ്മൾ ഗ്ലോബൽ വേരിയബിൾസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ കഴിയുന്നതും ഗ്ലോബൽ വേരിയബിൾസ് അവോയ്ഡ് ചെയ്തിട്ടാണ് കോഡ് ചെയ്യുന്നത്. പ്രോഗ്രാം എപ്പോഴും ഫങ്ഷൻ വൈസോ അല്ലെങ്കിൽ ക്ലാസ് വൈസോ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നമുക്ക് കോഡ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ എപ്പോഴും നല്ലത്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്തൊരു കൺസെപ്റ്റായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ കോഡ് എല്ലാം ചെയ്ത് തന്നെ പഠിക്കുക. കമ്പ്യൂട്ടറിൽ വെറുതെ ജസ്റ്റ് വീഡിയോ കണ്ട് പോയതുകൊണ്ട് കാര്യമില്ല. പ്രോഗ്രാമിംഗ് പഠിക്കണമെങ്കിൽ അത് ചെയ്ത് തന്നെ നോക്കണം. ഇവിടെ പലരും നമുക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ച പല ഡൗട്ട്സും അതവർ ചെയ്ത് നോക്കാത്തത് കൊണ്ടാണ് കൂടുതലും അങ്ങനത്തെ ഡൗട്ട് വരുന്നത്. കാരണം നമ്മളൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല ഡൗട്ട്സും നമുക്ക് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഒരു എറർ ഏതൊരു കണ്ടീഷനിലാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ കാണുന്നവർ എപ്പോഴും ഒന്നാമത്തെ വീഡിയോ മുതൽ കാണുക. കാരണം നമ്മൾ പറയുന്ന കൺസെപ്റ്റ്സ് എല്ലാം ആദ്യം മുതലുള്ള ഓരോ കൺസെപ്റ്റ്സിൻ്റെയും കണ്ടിന്യൂഷനാണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോ കണ്ടാൽ മാത്രമേ ചിലപ്പോൾ നെക്സ്റ്റ് വീഡിയോ മനസ്സിലാവുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും ചെയ്ത് തന്നെ പഠിക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.